പോയാക്കാ എവിടെ നിങ്ങള് എന്റെ കുട്ടീന്റെ കാര്യം പാട്ട് ഞങ്ങളെന്തോ തീരെ ഒന്നും ശ്രദ്ധിക്കാത്തത്. നിങ്ങളിവിടെ എല്ലാ കുട്ടികളും ചെക്കന്മാരെ കൊണ്ടുവരുന്നുണ്ട്. എന്റെ കുട്ടി കുറച്ച് നേരം കുറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുവരാത്തത്. പൈസ എത്രയാ തരങ്ങൾ പറഞ്ഞല്ലേ? എന്താ പാട്ട് ചെയ്യും? നല്ലൊരു ചെക്കങ്ങൾ വരുന്നത് കൊണ്ടുവരും. കൃഷ്ണ, അതിനിപ്പോ എന്റെ മോൾക്ക് ഞാൻ ഏതെങ്കിലും കുറിച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതിന് പറ്റിയൊരു കുട്ടിയെ തന്നെ കിട്ടണ്ടേ? അല്ലെങ്കിലേ നമ്മുടെ ഇല്ലത്തെ രാമന്റെ മോണ്ട് ഉണ്ണിക്കുട്ടൻ, ഓനൊന്ന് കൊടുത്ത് കാണിച്ചു തന്നാലോ? ഏതായാലും ഇല്ലത്തെ കുട്ടിയല്ലേ, നിങ്ങൾ ഓനെ കൊണ്ടുവരും. ഓനക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഓന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. അതിച്ചൊന്ന് ശ്രദ്ധിച്ചാ മതി. പക്ഷെ ഈ കെട്ട് നടന്നിട്ടേലേ എന്റെ മോളും ഇത് രക്ഷപ്പെടും. ഇല്ലത്തേക്കാണ്. പോയാക്കാ അങ്ങനെങ്കിലും എന്റെ മോളിന്ന് രക്ഷപ്പെടട്ടെ. നിങ്ങൾ വേ ആ ചെക്കനായിട്ടൊന്ന് വരി. എന്നാച്ചേ പെരീക്കാണ്ട് നടന്നോ, ഞാൻ ചെറുക്കനെ കൂട്ടി വരാം. ആയിക്കോട്ടെ. ഉണ്ണിക്കുട്ടി വാണം വിട്ടമാതിരി പായണു. മനുഷ്യന്മാർക്ക് ഇതിലെ നടക്കണ്ടേ? അന്നെ കണ്ടത് ഏതായാലും നന്നായി. പിന്നെ നമുക്കൊരു പെണ്ണ് കാണാൻ പോവാണ്ട്. അതിനൊന്ന് റെഡി ആയിട്ട് ഇങ്ങോട്ട് വാങ്ങി. ഈ കോലൊന്നും പറ്റൂല. എന്തത് കോലം? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. നമുക്ക് ഇപ്പൊ തന്നെ പെണ്ണ് കാണാൻ പോവാം. പെണ്ണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഒരു ചെറിയ കണ്ടില്ലേ? ഇപ്പൊ തന്നെ പൂതർപ്പ് അനക്കില്ലേ? എന്നാ അങ്ങനെ ഒന്നും പോയാ പോരാ. പാന്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തിരികെ ഒരു ചുരുക്കൊക്കെ വേണേ. അതായിട്ട് പൊട്ടനാണ് വെച്ചിട്ട് പൊട്ടനായിട്ട് പോകാൻ പറ്റുമോ? അങ്ങനത്തെ പെണ്ണാട്ടി തരുന്ന പിന്നെ വേണം തല്ലാൻ. ഒരു ഉച്ച ടയർ ആദ്യം തന്നെ ഉണ്ടായതുകൊണ്ട് ബെൽറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇതന്നെ എനിക്ക് പറ്റിയ ബെൽറ്റ്. സാറായിപ്പോ ഇന്ന് ബാക്കൊക്കെ ഒന്നുകൊണ്ട് റെഡി ആക്കിയാണ്ട്. അല്ല ഉണ്ണിക്കുട്ട, ഒരു കണ്ണാട ഉണ്ടായിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്. അതോടെ അതുകൊണ്ട് എടുത്താ ഇവിടെ കണ്ണാട. ഇതാണ്ട് വെച്ചേ. എന്താ ചൊറുക്കല്ല പോയാക്കാനും കാട്ടി ചൊറുക്കായി ചേട്ടാ. എനിക്ക് ആരും പെണ്ണിട്ടൂല. എനിക്ക് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. കണ്ട് ബാജി ഏതായാലും സംഗതി ഉസാറായി. അതല്ല എന്റെ വണ്ടി ഇങ്ങോട്ട് കാട്ടിക്കാ. ഈ വണ്ടി ഒന്നും വേണ്ടേ. അത് പെണ്ണ് കാണാൻ പോകുമ്പോ എന്റെ വണ്ടി എത്തിനാ നടന്നാട്ട് പോവാൻ നമുക്ക്. പെരെത്താനായി. പെരതാണ്. ഇതിന് ഉസാറിന് നടന്നോ? അല്ല എത്തിപ്പോ പാന്റൊക്കെ തീഞ്ഞാണുണ്ടോ ഉണ്ണിക്കുട്ട? ആ പെണ്ണ് ഇങ്ങനെയാണ് ഇപ്പൊ തന്നെ മണ്ടല്ലോ പേടിച്ചിട്ട്. ഇപ്പൊ തന്നെ നേരാക്കിട്ട് ചെയ്യും. എന്റെ ഈ പള്ളി കയറും കണ്ടാലേ എടുവാ. ഇതാണ് ഞാൻ പറഞ്ഞ ചെക്ക, നമ്മളെ ഉണ്ണിക്കുട്ടൻ. ആളൊക്കെ നല്ല ഉഷാറാ. കൃഷ്ണ ഇവിടെ വാ. ഇജ്ജ് ഓന്റെ കോല എങ്ങനെ നോക്കണ്ട. ഓനൊക്കെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അതിപ്പോ എല്ലാവർക്കും അറിയണതല്ലേ. പക്ഷെ ചെക്കൻ നല്ല ചെക്കനാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ചെറിയൊരു കുട്ടിക്കളി. അത് ഇജ്ജ് ഒന്നാണ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വേറെ ഒരു കുഴപ്പമില്ല. എന്റെ മോള് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതന്നെ നജേ ചായ വെള്ളം തേണ്ടി എടുത്തോ. നമുക്ക് കാര്യത്തിൽ കണ്ട് കാട്ടാം. പിന്നെ ഉണ്ണിക്കുട്ട ഇവിടെ നിൽക്കാണ്ടിട്ട് പൊട്ടത്തരം കാട്ടരുതിട്ടാ. ഇനി അടിയുള്ള എനിക്ക് വെച്ച ഞാൻ പല ആൾക്കാരെയും കൊണ്ടുപോയിട്ട് കുറെ അടി കൊണ്ടതാ. ഇജ്ജ് മുണ്ടാതെ അവിടെ ഇരുന്നാ മതി. ഞാൻ ഫുള്ള് സംസാരിച്ചോണ്ട്. ഓക്കെ, വേറെ ഒന്നും ചെയ്യരുത്. നീ ഇരുന്ന താഴെ അല്ല കോയാക്ക, ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ അച്ഛനൊക്കെ ഇപ്പൊ എന്താ ചെയ്യണ്? അച്ഛനൊന്നും ഇപ്പൊ പഴയ മാതിരി വയ്യ. അച്ഛനൊക്കെ വയ്യാതെ അയക്കണേ. പിന്നെ ഓല ഇല്ലത്ത് കൊറേ തേങ്ങ അടക്കൊക്കെ ഉണ്ടായതുകൊണ്ടേ അങ്ങനാണ്ട് കഴിഞ്ഞു പോവും. എന്നാലും നല്ല തറവാട്ടേരല്ലേ, അതുകൊണ്ട് കഴിച്ചിലാവും. ഉണ്ണിക്കുട്ടന് ഭക്ഷണത്തിന് നല്ല ഇഷ്ടമാണ് തോന്നുന്നത്.
ആ ഓനെ അത് നോക്കണ്ട. ഓന്റെ അച്ഛൻ ഇങ്ങനെ കൊടുന്ന് ശീലാക്കിട്ട് ഈ മുട്ടായും അതും ഇതും കൊടുന്ന് ശീലാക്കിട്ട് ഓനക്ക് എല്ലാം 2 എണ്ണം അധികം വേണം. അതിനാണ് ഓനോട് എന്നും കച്ചറ. അതിച്ച് കാര്യാക്കണ്ട, അത് തിന്നോട്ടെ, എന്നാലും ആരോഗ്യം ഉണ്ടല്ലോ. ആ അത് മതി. ഉണ്ണിക്കുട്ടത് ഒറ്റ തരും ഞാൻ. പെണ്ണാണോ വന്നിട്ടത് ആദ്യം തിന്നത്? എത്തപ്പോ ഇങ്ങനെ നോക്കണ്? എത്തപ്പോ ബാക്ക് പണി എന്തോ ഒപ്പിച്ചുണ്ടല്ലോ. പടച്ചോനെ, വെള്ളം നിറച്ച ബലൂണ് എന്നാ എറിഞ്ഞ തന്നെ. ഉണ്ണിക്കുട്ടാ ഞാൻ മോളെ എടുക്കട്ടാ. അങ്ങനെ മോളിച്ചോ. ഒരാളല്ല, 2 ആളുമാണ്. എനിക്ക് ഒരാളേ ഉള്ളൂ, അതിലേക്ക് തരാനും പോണില്ല. ചോളം മാണം, ഓള അമ്മനി മാണം. ഓനത് പറഞ്ഞു തട്ടി ആണെങ്കിൽ തടി കഴിച്ചില്ലായിക്കോ, അല്ലെങ്കിൽ ഇനിയും കിട്ടും. ഓയാക്ക മനസ്സിലായി നിങ്ങൾക്ക്? കുട്ടികളെ മാത്രമുള്ളവർക്ക് ഓനെ കൊണ്ടെങ്കിൽ ജരബിന് ഡോക്ടറെ കൊണ്ടേ കാണിക്കുന്നത്.